വാക്കുപാലിച്ച തോമസ് ഐസക്കും മൈഗ്രേഷൻ കോൺക്ലേവും തിരുവല്ലയിൽ നടന്ന അന്താരാഷ്ട്ര മലയാളി പ്രവാസി സംഗമത്തിന്റെ ഭാഗമായി ആരംഭിച്ച തൊഴിൽദാന പദ്ധതിയുടെ ആദ്യ റിക്രൂട്ട്മെന്റ് ഇന്ന് ആരംഭിക്കും. പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജിൽ വെച്ചാണ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടക്കുക. ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ മൈഗ്രേഷൻ കോൺക്ലേവ് നടന്നിട്ടുണ്ട് പത്തനംതിട്ട തിരുവല്ലയിൽ. അപ്പോൾ അന്ന് 50,000 പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ ജോലിയാണെന്നും അതിൻ്റെ വിശദാംശങ്ങളാണ് ഇതിനകത്തുള്ളത്. തൊഴിൽ നൽകുക മാത്രമല്ല, തൊഴിൽ അന്വേഷകരെ തേടി വീട്ടിലേക്കും മൈഗ്രേഷൻ കോൺക്ലേവിന്റെ സംഘാടകർ എത്തുകയാണ്. തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവിന്റെ തുടർച്ചയായി കേരള നോളജ് എക്കണോമി മിഷൻ, കുടുംബശ്രീ, കില എന്നിവയുമായി ചേർന്നാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ എന്ന പദ്ധതി നടപ്പാക്കുന്നത്. എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ ഇക്കാര്യത്തിലും ഒരു ഐസക് ടച്ച് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. കേവലമായി ഒരു സെമിനാർ നടത്തി അവസാനിപ്പിക്കലല്ല, ആ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രവാസ പ്രശ്നങ്ങൾ പഠിച്ചതിന് ശേഷം എത്ര കണ്ട് ജോലി നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് അന്ന് പരിശോധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 50,000-ഓളം ആളുകൾക്കാണ് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. ഓസ്ട്രേലിയയിൽ നിർമ്മാണ മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവാണ് ഇന്ന് നടക്കുക. സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ലഭ്യമാണ്. വരും ദിവസങ്ങളിൽ 50,000-ത്തിലധികം യുവതി യുവാക്കൾക്കാണ് മൈഗ്രേഷൻ കോൺക്ലേവിന്റെ ഭാഗമായി തൊഴിൽ ലഭിക്കുക. കൈരളി ന്യൂസ്, പത്തനംതിട്ട.